വാടാനപ്പള്ളി ബീച്ചിൽ കടലാക്രമണം രൂക്ഷം. നിരവധി വീടുകൾ വെള്ളത്തിലായി. നിരവധി തെങ്ങുകളും മരങ്ങളും കടപുഴകി. സീവാൾ റോഡും തകർന്നു. വീടിനുള്ളിൽ വെള്ളം കയറുകയും തകരുകയും ചെയ്ത വടക്കൻ കുഞ്ഞയ്യപ്പക്കുട്ടിയുടെ വീട്ടുകാരെ മാറ്റി താമസിപ്പിച്ചു. ശക്തമായ തിരമാലയിൽ വെള്ളം ആഞ്ഞടിച്ച് വീടുകളിലേക്ക് കയറുകയായിരുന്നു. കര തുരന്ന് തിര ആഞ്ഞടിക്കുന്നതോടെയാണ് തെങ്ങുകൾ കടപുഴകിയത്. കടലോര മേഖലയിലെ വീടുകളിലും പറമ്പിലും വെള്ളം കെട്ടിനിൽക്കുകയാണ്. ഇനിയും കടലാക്രമണം ശക്തമായാൽ വീടുകൾ തകരുമെന്ന അവസ്ഥയാണ്. എത്ര മീറ്ററോളം കയറിയിട്ടുണ്ടാവും? ഇന്നിപ്പോൾ ഏകദേശം കിലോമീറ്ററോളം കയറി. അവിടെ ഇരുന്നൊക്കെ തെര തുടങ്ങി. ഈ കല്ലിൻ്റെ അപ്പുറത്തെ തെര തുടങ്ങിയത്. ആ തെരയൊക്കെ ഉണ്ടാവും. ജനങ്ങൾ കാണുന്നു. ഈ ആൾക്കാരെ കണ്ണില്ല. അവർ എത്ര വീടുകൾക്ക് ഇവിടെ കുറേ വീട് പോയിട്ടുണ്ട്. ഇന്നൊരു 10-20 വീട് ഈ ഭാഗത്ത് തന്നെ പോയിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ കൊല്ലത്തെ ഈ കൊല്ലത്തെ കേട്ടത് 10-20 വീട് ഈ ഭാഗം പൊളിച്ചു. ആ വീട് പോകാൻ പറ്റില്ല. ഇതല്ല എവിടെ എന്തെല്ലാം തെര കടലാന്നറിയാം. ആ വീട് പോകാനായി. അതുകൊണ്ട് ആ വീടും പോകാനായി. അതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട്, അതും പോകാനായി. പിന്നെ ആൾക്കാർ ഇങ്ങനെ വന്ന് നേതാക്കന്മാരിങ്ങനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമല്ലോ. ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കാണണ്ടേ? ഇപ്പം നമ്മളിതിൻ്റെ അപ്പുറത്ത് തന്നെ ഞങ്ങൾ കിടക്കുന്നത്. നമുക്കിപ്പോൾ ഈ അപകടം വരാമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ വീട് ഏത് നേരം പോകുന്ന അവസ്ഥയിൽ തീവൊക്കെ വ്യക്തികളേക്കണേ. ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ നിൽക്കുന്ന വീട് ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ട് എന്തോ ഒപ്പിച്ചുണ്ടാക്കിയൊരു വീടാണ്. അവർക്ക് ഉറക്കമില്ല, ഊണില്ല. ഇതൊക്കെ ഇവർ കാണണ്ടേ? ഇങ്ങനെ ഓരോരുത്തർ വഴിയാ നോക്കിയിട്ട് പോയിട്ട് കാര്യമില്ല. അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി കാണാമെന്നുള്ളതാണ്. പാവങ്ങൾക്കൊരു സംരക്ഷണം കൊടുക്കാണ് ഗവൺമെൻറ് നമുക്ക് കരുതുന്നത്. എപ്പോൾ വിളിച്ചാലും മതി മെമ്പർ. അതല്ല നമുക്ക് നമ്മളെ മെമ്പർ വരുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവർ വന്നാലേ കാര്യമുള്ളൂ. മെമ്പറെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? ഒരു വാർഡ് മെമ്പറല്ലേ, അല്ലെങ്കിൽ MLA അല്ലെങ്കിൽ കളക്ടറോ ആരാഞ്ച് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പ്രതിവിധി അല്ലെങ്കിൽ കാണുന്ന സാധനം ഇപ്പം ഇന്ന് വൈകുന്നേരത്ത് കൂടി തീരും. അവിടെ നിന്ന് ഇങ്ങേറ്റം പഴുത്ത് പോകും. ഒരു പ്രതികരണം ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ ആൾക്കാർ വന്ന് നോക്കി പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം കാണണ്ടേ? വളരെ മോശമാണ് ഗവൺമെൻറ്. വാടാനപ്പള്ളി ബീച്ച് മുതൽ പൊക്കാഞ്ചേരി ബീച്ച് വരെയാണ് കടലാക്രമണം രൂക്ഷം. ശക്തമായ കാറ്റും മഴയുമുണ്ട്. ഇതോടൊപ്പമാണ് തിര ആഞ്ഞടിച്ചും കരയിലേക്ക് വെള്ളം കയറുന്നത്. കടലാക്രമണ വിവരമറിഞ്ഞ് തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് KC പ്രസാദ്, വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, പഞ്ചായത്ത് അംഗങ്ങളായ CM നിസാർ, നൌഫൽ വലിയകത്ത്, വാടാനപ്പള്ളി വില്ലേജ് ഓഫീസർ എന്നിവർ പ്രദേശം സന്ദർശിച്ചു. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ. ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, മൂന്നുപീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. You're watching True Line News.